പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിൻ്റെയും സൂരജിൻ്റെയും ജീവിതത്തിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. യാത്രക്കിടയിൽ കരിക്കും വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അവർ നിൽക്കുമ്പോഴാണ് യുവതീ-യുവാക്കൾ പ്രണയിക്കുന്നത് കാണാനിടയാകുന്നത്. ഇത് ഒട്ടും തന്നെ സൂരജിന് ഇഷ്ടമാകുന്നില്ല. സൂരജ് ഇതേ തുടർന്ന് ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത്, സ്ഥിരകാല ബോധമില്ലേ, സ്ഥലമേതാണ് എന്ന് പോലും നോക്കാതെയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നാട്ടിലുള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ? ഇത് ചോദിച്ചതിനെ തുടർന്ന് സാറി തന്തവേ വിടേണ്ട സമയമായി. ജീവിതം അവരാണ് യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ജോലി ചെയ്ത് മാത്രം ജീവിച്ചിട്ട് എന്താ കാര്യം? ഇത് കേട്ടതിനെ തുടർന്ന് നീ ഞാനൊരു പഴഞ്ചൻ ഫാഷനാണ് എന്ന് തന്നെയാണ് മനസ്സിൽ ഓർക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ കുറച്ചൊക്കെ പഴയ ചിന്താഗതി ഉള്ളവനൊക്കെ തന്നെയാണ്. പക്ഷേ തീർത്തും അങ്ങനെയല്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെയുണ്ട്. സൂരജ് സാർ പ്രണയിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇത് കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ് സൂരജ്. എന്താണ് പറയേണ്ടത് എന്ന കാര്യത്തിന് ഒരു ഉത്തരവും സൂരജിന് ലഭിക്കുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്നുള്ള ചോദ്യം മാത്രമാണ് മുൻപിൽ ബാക്കിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഒടുവിൽ ഇല്ല, ഞാൻ പ്രണയിച്ചിട്ടില്ല. മീനുവോ? എന്തേ ഇപ്പോ അതിനുത്തരമില്ലേ? ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് സാർ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പ്രണയിക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു അനുഭൂതി അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ജീവിതം നമ്മൾ പൂർണ്ണമായി എൻജോയ് ചെയ്യുകയുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് മീനു പ്രണയിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞില്ലല്ലോ സാർ. പ്രണയം എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മളത് കണ്ടെത്തുകയാണ് വേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി മുന്നിലേക്ക് പോകും. അത് ഉറപ്പ് തന്നെയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഇതോടെ അവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന തിരുമേനി ഇരുവർക്കും താലി ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നു. ദീർഘസുമംഗലി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് പോയതിനെ തുടർന്ന് സൂരജും മീനുവുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന ആ പ്രണയിനികൾ പറയുകയാണ്, നിങ്ങൾ വളരെ മികച്ചൊരു ജോഡിയാണ് എന്ന്. ഇവിടെ വന്ന് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിവാഹം നടക്കുക തന്നെ ചെയ്യും. അത്ര പവർഫുള്ളായ അമ്പലമാണിത്. നിങ്ങളുടെ പ്രണയത്തിന് ഇനി യാതൊരു വിഘ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ്. ഇതോടെ മീനു എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. മാത്രവുമല്ല, അവർ പോയി കഴിഞ്ഞതിനെ തുടർന്ന് സൂരജ് ആ മാലയെടുത്ത് പൊട്ടിച്ചു കളയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് കാണുന്ന മീനു അങ്ങനെ വലിച്ചു പൊട്ടിക്കരുത് എന്ന് പറയുകയാണ്. അമ്പലത്തിലെ മാലയാണ്, അതിന് അതിൻ്റെതായ ബഹുമാനം കൊടുത്തേ മതിയാകൂ. സൂരജ് സാർ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം ശരിയാകും. ഇതോടെ വീണ്ടും അവർ യാത്ര തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ സൂരജിന്റെ മനസ്സിലേക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ കയറി വരികയാണ്. മാത്രവുമല്ല, മീനുവാകട്ടെ ദീർഘസുമംഗലിയായിരിക്കട്ടെ എന്നുള്ള കാര്യം തിരുമേനി പറഞ്ഞത് മനസ്സിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ നിന്നുപോകുന്നു.
ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്നതാണ് സത്യം. പക്ഷേ ഇതേ തുടർന്ന് സൂരജ് കാര്യങ്ങളൊന്നും അത്ര മൈൻഡിലെടുക്കേണ്ട എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ഇരുവരുടെയും വിവാഹം നടന്നു എന്നുള്ള കാര്യം ചിന്താമണി അറിയാൻ ഇടയാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.